ബുദ്ധനോട് പല പണ്ഡിതന്മാരും ചോദ്യം ചോദിക്കാൻ തയ്യാറെടുക്കാറുണ്ട്. ഒരു സൂത്രമുണ്ട്, ചൂളഹത്യപദോമോ സൂത്രം. ആ സൂത്രത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ചില പണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്യാസിമാർ അവർ മറ്റുള്ളവരുടെ ധർമ്മത്തിൽ പ്രാവീണ്യം നേടിയവരാണ്, വളരെ സൂക്ഷ്മബുദ്ധിയുള്ളവരാണ്, ഓരോ കാര്യത്തെയും തലനാരിഴ കീറി പരിശോധിക്കാൻ വിദഗ്ധരാണ്, മറ്റുള്ളവരുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ വിദഗ്ധരാണ്. അവർ ബുദ്ധൻ വരുന്ന കാര്യം അറിയുന്ന സമയത്ത് ഒരു ചോദ്യം തയ്യാറാക്കും. എന്നിട്ട് പറയും, ഭഗവാൻ ഈ തരത്തിൽ ഉത്തരം തരികയാണെങ്കിൽ ഞങ്ങൾ ആ തരത്തിൽ അതിനെ ഖണ്ഡിക്കും, ആ തരത്തിൽ ഉത്തരം തരികയാണെങ്കിൽ ഈ തരത്തിൽ ഞങ്ങൾ അതിനെ ഖണ്ഡിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കുന്നു. അതിനുശേഷം ഭഗവാൻ വരുന്ന സമയത്ത് ഈ വ്യക്തികൾ അവിടെ പോകുന്നു. പോയി കഴിഞ്ഞ ഉടനെ ഭഗവാൻ ഒരു ധർമ്മോപദേശം അവർക്ക് നൽകുന്നു. അതോടുകൂടി അവർക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള മനസ്സ് തന്നെ നഷ്ടപ്പെടുന്നു. അതിനുശേഷം അവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കാരണം ഒരു മേധാവിക്കും ഭഗവാൻ ബുദ്ധനെ ജയിക്കാൻ സാധിക്കില്ല. കാരണം അത്രയധികം മേധാവിയായിരുന്നു, അത്രയധികം ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ഭഗവാൻ ബുദ്ധൻ.